എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. സംസ്ഥാന വ്യാപകമായി ലഹരി വിപണനത്തിന്റെ കണ്ണികളായി SFI മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. TPയെ കൊലപ്പെടുത്തിയത് നിഷേധിച്ചവർ SFI നേതാക്കളുടെ മുറിയിൽ നിന്നും കഞ്ചാവ് പിടിച്ചെന്നത് സമ്മതിക്കുമോ എന്നും കളമശ്ശേരിയിൽ നടന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണവും ഉത്കണ്ഠയും ശരിവയ്ക്കുന്ന സംഭവമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക്കിൽ SFI നേതാക്കളും യൂണിയൻ ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവരെയാണ് കഞ്ചാവുമായി പിടികൂടിയത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിലും കോളേജുകളിലും ലഹരി വിപണനത്തിന്റെ കണ്ണികളായി SFI മാറിയിരിക്കുകയാണ്. ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ടെന്ന് 2022 ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ്. ലഹരി മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയകളുടെ കണ്ണി വികസിപ്പിക്കുന്നതിൽ കോളേജുകളിലും ഹോസ്റ്റലുകളിലുമുള്ള SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ വർഷം 500 പേരാണെങ്കിൽ അടുത്ത വർഷം 5000 പേരാണ്. ആ കണ്ണികളെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM നേതൃത്വവും ഗവൺമെന്റും കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. അപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. കോട്ടയത്ത് നിങ്ങൾക്കറിയാം, അവിടെ നടന്ന സംഭവത്തിൽ SFI നേതാക്കളാണ് അതിൻ്റെ അകത്ത് പ്രതികളായി മാറിയത്. ഇപ്പൊ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ പഠിക്കാത്ത ആളുകൾ വന്ന് ബഹളമുണ്ടാക്കി. SFI നേതാക്കൾ പരിശോധനയ്ക്കെതിരായി. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും കൂടി കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് ഫോക്കസിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഗവൺമെന്റ് കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പരിശോധനാ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത്. ആ പരിശോധനാ നടപടികളുമായി കേരളത്തിലെ മുഴുവൻ ആളുകൾ സഹകരിക്കും. ഞങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കും. ആ പരിശോധനയ്ക്കെതിരായി അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത് ആ ഹോസ്റ്റലിൽ ഇല്ലാത്ത ആളുകളാണ്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. ഇതാണ് ക്യാമ്പസിൽ നടക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ആരോപണവും ഞങ്ങൾ ഉയർത്തിയ ഉത്കണ്ഠയും ശരിവെക്കുന്ന കാര്യമാണ് ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഈ സാഹചര്യത്തിൽ CPM നേതൃത്വവും സർക്കാരും കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലും മയക്കുമരുന്ന് സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ SFI നേതാക്കളുമുണ്ട്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിലും SFI ഉണ്ട്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ പഠിക്കാത്ത SFI നേതാക്കൾ വന്ന് ബഹളമുണ്ടാക്കി. നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതിന് ശേഷം മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും ചേർന്ന് കേരളത്തിന്റെ പ്രധാന പ്രശ്നമായി ഇതിനെ കൊണ്ടുവന്നതിന് ശേഷമാണ് സർക്കാർ കഴിഞ്ഞ 2 ആഴ്ചയായി പരിശോധന ശക്തമാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതല്ല അവരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിയണ്ടേ? വിദ്യാർത്ഥി സംഘടന എത്ര സംഭവത്തിലാണ്? ഏതെങ്കിലും സിംഗിൾ ഐസൊലേറ്റഡ് ഇഷ്യൂലാണെങ്കിൽ ഞങ്ങളത് പറയില്ല. ഞാനതുകൊണ്ടാണ് പൂക്കോട് മുതൽ പറയുന്നത്. എല്ലാ ഹോസ്റ്റലുകളിലും ഇതാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതാണ്. അവിടുത്തെ യൂണിയൻ മുറി എന്ന് വെച്ചാൽ ഇടിമുറിയാണ്. ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയല്ലേ, അവനോട് കൊടി കെട്ടാൻ വേണ്ടി കൊടിമരത്തിൽ കയറാൻ പറഞ്ഞു. ഭിന്നശേഷിക്കാരൻ, കാലിൽ വയ്യാത്ത ആളോട്. അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ യൂണിയൻ മുറിയിൽ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഭയങ്കരമായ ഡ്രഗ്സ് ആണ് എല്ലാ സ്ഥലത്തും. ഇവരെതിരെ പിന്തുണ കൊടുക്കുകയാണ്. എവിടെ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ കേരളത്തിലേക്ക് സ്പിരിറ്റ് പണ്ട് ഇഷ്ടംപോലെ വരുമായിരുന്നു. എങ്ങനെയാ സ്പിരിറ്റ് കേരളം നിർത്തലാക്കിയത്? സ്പിരിറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കിയപ്പോഴാണ് സ്പിരിറ്റ് ലോബി കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. ഇവിടെ ഈ സോഴ്സ് അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല. ഒരു അന്വേഷണം നടക്കുന്നില്ല. അതിനൊന്നുള്ള സംവിധാനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനില്ല. അതിന്റെ കൂടെ അവയർനെസ്സിലൂടെ അവരെ വിടുകയാണ്. അവയർനെസ് ഒന്നും നടത്തേണ്ടത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും അല്ല. അതൊക്കെ വേറെ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ വകുപ്പിനെ, യുവജനക്ഷേമ വകുപ്പിനെ, കായിക വകുപ്പിനെയൊക്കെ ഏൽപ്പിക്കുക. എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം. ആ എൻഫോഴ്സ്മെന്റ് നടത്താൻ എക്സൈസിനെയും പോലീസിനെയും സജ്ജമാക്കി അവർക്ക് പിന്തുണ കൊടുത്ത് ഈ സോഴ്സ് എവിടെ നിന്നാണ് ഇത് വരുന്നത്? കേരളത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നിപ്പോൾ പറയപ്പെടുന്നുണ്ട്. പക്ഷെ കൂടുതൽ വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ്. ആ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റ് നടത്തണം. കേരളത്തിനകത്തേക്ക് ഈ വൻ ക്വാണ്ടിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു സാധനം, ഏത് ഡ്രഗ് ആവശ്യമുണ്ടെങ്കിലും കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ഏത് പട്ടണത്തിലും
10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ. പരിശോധനയുമായി കേരളത്തിലെ മുഴുവൻ ആളുകളും സഹകരിക്കും. പരിശോധനയ്ക്കെതിരെ ബഹളമുണ്ടാക്കിയത് ഹോസ്റ്റലിൽ ഇല്ലാത്തവരാണ്. പഠിച്ചു കഴിഞ്ഞു പോയവരും ഹോസ്റ്റലിൽ തമ്പടിക്കുകയാണ്. മയക്കുമരുന്നിന് പണം നൽകിയില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യുകയാണ്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നേരത്തെ ഉന്നയിച്ച ആരോപണവും ഉത്കണ്ഠയും ശരിവയ്ക്കുന്ന സംഭവമാണ് കളമശ്ശേരിയിൽ നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബഹളമുണ്ടാക്കിയത് SFI പ്രവർത്തകരാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാണ് KSU ആവശ്യപ്പെട്ടത്. അളവ് കുറഞ്ഞതിന്റെ പേരിൽ ചില പ്രതികളെ വിട്ടയച്ചിട്ടുണ്ട്. 2 കിലോ കഞ്ചാവാണ് ഹോസ്റ്റലിൽ നിന്നും പിടിച്ചെടുത്തത്. യൂണിയൻ ഭാരവാഹികൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മറച്ചുവെച്ച് KSU ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ. SFI ഇതിന് പിന്നിലുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിൽ മാത്രമായിരുന്നെങ്കിൽ SFIയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാൽ പൂക്കോട് ഉൾപ്പെടെ എല്ലായിടത്തും ഇതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.